ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു S&T ഫുഡീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ മുട്ട റെസിപ്പിയുമായിട്ടാണ്. മുട്ടയിൽ ഒരുപാട് ഗുണങ്ങളുണ്ടല്ലേ, പ്രോട്ടീൻസും വിറ്റമിൻസും ഒക്കെ. സാധാരണ നമ്മൾ മുട്ട പുഴുങ്ങിയതും കറിയായിട്ടും റോസ്റ്റായിട്ടും ഒക്കെയാണ് കഴിക്കാറ്. ഇന്ന് നമുക്ക് മുട്ട കൊണ്ടൊരു വെറൈറ്റി ഡിഷ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 മുട്ടയാണ്. ഇനി ഇതൊന്ന് പുഴുങ്ങി എടുത്തിട്ട് വരാം. മുട്ടയെല്ലാം പുഴുങ്ങി മുട്ടയുടെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ആക്കിയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് 3 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഗ്രാമ്പൂവും ഏലക്കായും പട്ടയും ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ജീരകവും ഇട്ട് ഇളക്കി ഈ ജീരകം ചെറുതായിട്ട് മൂത്ത് കഴിയുമ്പോൾ 2 ചെറിയ സവോള ചെറുതായി അരിഞ്ഞതും ഇട്ട് ഒന്നിളക്കി ഉപ്പും ചേർത്ത് വഴറ്റിയെടുക്കണം. ഉപ്പിടുന്ന വീഡിയോ മിസ്സായി പോയതാട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്നവരേക്കും വഴറ്റണേ. എന്നിട്ട് 2 പച്ചമുളകും ചേർത്ത് ഇളക്കി 1 ടൊമാറ്റോ ചെറുതായി അരിഞ്ഞതും ചേർത്ത് അതും കൂടെ ഒന്ന് വഴറ്റിയിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് പച്ചമണം മാറുന്നവരേക്കും വഴറ്റി. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ കുഞ്ഞു ബെല്ലൈക്കോൺ കൂടെ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണമേ. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് നന്നായി ഇളക്കി കാൽ കപ്പ് ഫ്രഷ് പീസും ചേർത്ത് ഒന്ന് വഴറ്റി അര ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് നന്നായി ഇളക്കി ഒരൽപ്പം വെള്ളം ഒഴിച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഇപ്പോൾ പീസെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ളയും മഞ്ഞക്കുരുവും ചേർത്ത് ഇളക്കി
ഒരു 3 ടീസ്പൂൺ ഫ്രഷ് ക്രീമും ചേർത്ത് അല്പം ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവോള വഴറ്റിയപ്പം ഉപ്പ് ചേർത്ത് കൊടുത്തതാണ്. നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി തീ ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള വെറൈറ്റി എഗ് ഡിഷ് റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെയും പെറോട്ടയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് കേട്ടോ. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു വിഭവമാണ്. കമൻ്റ് ഇടാനും ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ല റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.